എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്നലെ നടന്ന ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ 50 ക്വസ്റ്റ്യൻസ് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ എങ്ങനെയാണ് വന്നത് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 51 മുതൽ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നമ്മുടെ ക്ലാസ്സൊക്കെ എങ്ങനെയായിരുന്നു, യൂസ്ഫുൾ ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. 51ാമത്തെ ചോദ്യം നോക്കി. എ കമ്പനി ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് മീൻസ് എന്താണിത്? ഈ കമ്പനി ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇത് നമ്മൾ പഠിച്ചതായിരുന്നു. ഇതും എന്താണ് PYQലൊക്കെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് അല്ലേ. കോർപ്പറേഷൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ പറയുന്നത്. ഇനി അടുത്തത്, ഹൂ ഈസ് ദ പ്രൈമറി മോണിറ്ററി അതോറിറ്റി ഓഫ് കമ്പനീസ് ആക്ട് ഇൻ ഇന്ത്യ? ആരാണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്, MCA അല്ലേ, MCA ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് 1% കമ്പനി? 1% കമ്പനിയുടെ ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ദ ഓണേഴ്സ് ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ് എന്ന് പറയുന്നത് ഫീച്ചർ അല്ല. 1% കമ്പനി എന്ന് പറയുന്നൊരു എന്താണ് പ്രൈവറ്റ് കമ്പനി ടൈപ്പ് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ ലിമിറ്റഡ് ലയബിലിറ്റിയാണ് ഉണ്ടാകുന്നത്. അത് തന്നെയാണ് അവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി DIN എന്താണ്? DIN നമ്മൾ പഠിച്ചതായിരുന്നു. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആണ്. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. Then, in a general meeting of ABC Limited, a matter has to be passed by special resolution. Out of 50 members present, 10 hesitate to vote. 10 vote against resolution and 30 in favor of the resolution. As the chairman of the meeting, what you do? ഓക്കെ, നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓപ്ഷൻ A ആണ്. കാരണം എന്താണ്? അറ്റ്ലീസ്റ്റ് 3 times ദ നമ്പർ ഓഫ് വോട്ട്സ് ക്യാൻ കാസ്റ്റ് എഗെയിൻസ്റ്റ്. ഇപ്പം ഇവിടെ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് 10 പേര് എഗെയിൻസ്റ്റ്, പക്ഷേ 30 പേര് എത്രയുണ്ട്? ഫേവർ ഉണ്ട് അല്ലേ. അപ്പം എഗെയിൻസ്റ്റിൻ്റെ 3 ഇത് അപ്പോൾ 30 എന്ന് പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതെന്ത് ചെയ്യാം? ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. Then which of the following statement relating to the disclosure of the financial statements of listed company? കറക്റ്റ് ആയിട്ടുള്ളത് ഡിസ്ക്ലോഷർ ഓഫ് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ലിസ്റ്റഡ് കമ്പനിക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ D ആണ്. എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി ഫയൽഡ് വിത്ത് രജിസ്റ്റർ ഓഫ് കമ്പനി ആൻഡ് മെയ്ഡ് അവൈലബിൾ ഓൺ ദ കമ്പനീസ് വെബ്സൈറ്റ്. അവർ ഫിനാൻഷ്യൽ റിസൾട്ടൊക്കെ വെബ്സൈറ്റിൽ കൊടുക്കണം എന്നാണ് ലിസ്റ്റഡ്. ഹൈ ട്രാൻസ്പെറൻസി റിക്വയർമെൻറ്റ്സ് ഒക്കെയുള്ള കമ്പനിയാണ്. ഓക്കെ, ഇനി 57. Which of the following statements are correct in case of winding up of company by National Company Law Tribunal? Company became insolvent and not able to pay off its debt. എന്തിനെ പറ്റിയാണ്? വൈൻഡിങ് അപ്പ് ബൈ NCLT അല്ലേ. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഒന്നാമത്തെ നോക്കി. കമ്പനി became insolvent and not able to pay off its debt. എന്നാ പറയുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേ ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്. ഇപ്പോൾ അത് IBC ആണല്ലേ. ഇപ്പോൾ അത് നമ്മുടെ NCLTയുടെ കീഴിലല്ല വരുന്നത്. ശരിക്കും ഇൻസോൾവൻറ്റ് വരുന്നത് ബാങ്ക്രപ്സി കോഡിൻ്റെ കീഴിലാണ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് തെറ്റാന്ന് പറയാം. ഇനി രണ്ടാമത്തതോ, ദ കമ്പനി ഹാസ് ആക്റ്റഡ് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് സവേണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അത് ശരിയാണല്ലേ. ദെൻ ആൻ ആപ്ലിക്കേഷൻ ഹാസ് ബി മെയ്ഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് കമ്പനി ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ അണ്ടർ 2013 ആക്ട്. അതും ശരിയാണ്. ദെൻ the affairs of the company have been conducted in a fraudulent manner. അതും ശരിയാണ്. ഇതിൽ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ വരിക? ഓപ്ഷൻ B ആണ് കേട്ടോ വരുന്നത്. ഓപ്ഷൻ B. അടുത്തത്, ഹൗ മെനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് ഷുഡ് ബി ഹെൽഡ് ഇൻ ദ ഇയർ ഓഫ് ഇൻകോർപ്പറേഷൻ ഇഫ് ദ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി? അതായത് ബോർഡ് മീറ്റിംഗ്സ് എങ്ങനെയായിരിക്കണം, എത്ര ബോർഡ് മീറ്റിംഗ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി ഇയർ ഓഫ് ജാനുവരി. ഇതിൽ PSCയുടെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ A ആണ്. 1 ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് 4 അല്ലേ. അതായത് ഒരു നമ്മുടെ എന്താണ് ഇതിൽ പറയുന്നത് എങ്ങനെയാണ്? എവറി കമ്പനി ഷാൾ ഹോൾഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടർ വിത്തിൻ ദ 30 days ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലേ, 30 ദിവസത്തിനുള്ളിൽ. അത് കഴിഞ്ഞിട്ടോ ഹോൾഡ് മിനിമം നമ്പർ ഓഫ് 4 മീറ്റിംഗ്സ് ഓഫ് ഇറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എവറി ഇയർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊരു ഇനി ഫസ്റ്റ് മീറ്റിംഗ് മാത്രമാണെങ്കിൽ 1 അങ്ങനെയാണോ PSC ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അതപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നോക്കാം. 59. According to the Companies Act 2013, which is the minimum number of directors required to form an audit committee in listed company? എത്രയാണ്? 3 directors ആണ് വേണ്ടത് അല്ലേ. 177 Companies Actൽ പറയുന്നുണ്ട്. Then under the Companies Act 2013, dormant company എന്ന് വെച്ചാൽ എന്താണ്? A company registered under the act for a future project and has no significant accounting transaction.
61 നോക്കാം. ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് ആയിട്ടുള്ളത് ഐഡൻറ്റിഫൈ ദ മേജർ ഫംഗ്ഷൻ ഓഫ് പ്രൈമറി മാർക്കറ്റിൻ്റെ മേജർ ഫംഗ്ഷൻ എന്താണ്? കമ്പനീസിന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ടു ഹെൽപ്പ് ദ കമ്പനീസ് ടു റേസ് ക്യാപിറ്റൽ. ദെൻ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റർ നോട്ട് പെർമിറ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ പെർമിറ്റ് ചെയ്യാത്തത് ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. FPI, മൈനേഴ്സ് ത്രൂ ഗാർഡിയൻ, ദെൻ ബോർഡ്സ് ഓഫ് ഇന്ത്യൻ ഓൾസോ നൺ ഓഫ് ദീസ് ആട്ടോ, എല്ലാവരും ഇപ്പോൾ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഫ്ലോട്ടേഷൻ മെത്തേഡ് അല്ലാത്തത് ഏതാണ്? നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ, അക്വിസിഷൻ ഓഫ് ഷെയർസ് ഓഫ് അതർ കമ്പനീസ് ആണ്. ഫ്ലോട്ടേഷൻ എന്ന് വെച്ചാൽ ഇഷ്യൂ ന്യൂ ക്യാപിറ്റൽ ടു ദ പബ്ലിക് ആണ് കേട്ടോ. അക്വിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? മറ്റ് കമ്പനിയിൽ നിന്ന് നമ്മൾ ഷെയർ അക്യൂർ ചെയ്യുന്നതല്ല അതാണ് കേട്ടോ. ദെൻ 64 ദ റെഗുലേറ്ററി അതോറിറ്റി വൈൽ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി ഇൻ ദ ഇന്ത്യൻ ഏതാണ് റെഗുലേറ്ററി? സെബി ആണ്, നമ്മൾ പറയേണ്ട. പ്രൈസ് ബാൻഡ് എന്താണ്? ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൊക്കെ നമ്മൾ കുറേ തവണ കണ്ടാണ് അല്ലേ, പ്രൈസ് റേഞ്ചിന് പറയുന്നതാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഡിറ്റർമൈനിങ് ദ പ്രൈസിങ് ഓഫ് ദ ഇഷ്യൂ. അത് ഫംഗ്ഷൻ ആണോ? അല്ല, അത് ഫംഗ്ഷൻ അല്ല അല്ലേ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് അല്ലാത്തത് ഇതിൽ റിപ്പോയാണ്, ഓപ്ഷൻ സി. റീപർച്ചേസ് എഗ്രിമെൻ്റ് അല്ലേ, അതൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. Then which of the following statement rightly explain FPO, follow on public offer? ഏതാ? A listed company issuing shares to the existing or new investors after IPO ആണ് FPO. ഇതൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു. Then 68ാമത്തെ ചോദ്യം മുതൽ നമുക്ക് നോക്കാം. Which of the following statement rightly explain FPO? FPO എന്തായിരുന്നു? Follow on public offer. അത് കറക്റ്റ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. A listed company issuing shares to the existing or new investors after IPO അതാണ് വരുന്നത് കേട്ടോ. ഓൾറെഡി ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനി അല്ലേ, അവർ സബ്സിക്വൻറ്റ് ഷെയർസ് ഓഫർ ചെയ്യുന്നതിനെയാണ് FPO എന്ന് പറയുന്നത്. 69 എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഇൻ റിലേഷൻ ടു IPO ആയിട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. എ ഗവൺമെൻറ് കമ്പനി കനോട്ട് ഗോ ഫോർ IPO. അങ്ങനെയല്ല, ഗവൺമെൻറ് കമ്പനീസിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഗവൺമെൻറ് കമ്പനീസിനും IPO ഇപ്പോൾ നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സൊക്കെ ആയിട്ട് അവർക്കും എന്ത് ചെയ്യുക, IPO ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ 70 ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ബൈ. ആരാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്? ഈ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ബോറോവേഴ്സാണ്. അപ്പോൾ ആരാണ് ഒരു ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്? ആരാണ്? RBI. ഓപ്ഷൻ ഡി RBI ആണ്. ഓക്കെ, ഇതെല്ലാ ക്വസ്റ്റ്യനും ക്യാപിറ്റൽ മാർക്കറ്റൊക്കെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. ഇനി ഇൻകം ടാക്സിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ? കറക്റ്റ് ആയിട്ടുള്ളത് 4 എണ്ണം ഉണ്ട്. നമുക്ക് നോക്കി. ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ടോട്ടൽ ഇൻകം. ശരിയാണോ? അത് ശരിയാണല്ലേ, ടോട്ടൽ ഇൻകത്തിലാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഗ്രോസ് ടോട്ടൽ ഇൻകം തെറ്റാണ് അല്ലേ, നമുക്ക് മനസ്സിലാവും. പിന്നെ മൂന്നാമത്തത് ഇൻകം ടാക്സ് ഈസ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ എന്ന് തന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് ഈസ് റിഗ്രസീവ് ഇൻ നേച്ചർ എന്ന് നമുക്കറിയാം അല്ലേ, പ്രോഗ്രസീവ് ആണ്. അപ്പം ഇതാ 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുള്ളൂ. ഇതൊക്കെ സുഖമായിട്ട് നമുക്കറിയാവുന്നതാണ്. ദെൻ ഐഡൻറ്റിഫൈ ദ പ്രീവിയസ് ഇയർ ദ ഫോളോയിങ് കേസ്. പ്രീവിയസ് ഇയർ ഐഡൻറ്റിഫൈ ചെയ്യാനേ ഉള്ളൂ. ആൻ അസസി വാസ് അപ്പോയിൻറ്റഡ് ഓൺ 1st July 2024 as lecturer in a college on probation. He was confirmed on 30th June 2025. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയർ ഏതാ വരിക? ഡേറ്റ് ഓഫ് സോഴ്സിലായിരിക്കും. അപ്പോൾ ഏത് വരും? ആൻസർ ഓപ്ഷൻ സി അല്ലേ. The previous year shall be the 1st July 2024 to 31st March 2025. Then which of the following income is or are assessed to tax in the same year in which the income is earned? അതേതാ വരിക? 73ാമത്തത് ഓപ്ഷൻ ഡി ഓൾ എക്സെപ്റ്റ് 3 അല്ലേ. അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ബിസിനസ് സെയിം ഇയറിൽ തന്നെയാണോ? അല്ല, അത് എക്സെംഷനിൽ വരുന്നതാണ് അല്ലേ. അപ്പം എന്താണ് സെയിം ഇയർ എന്ന് പറയുമ്പോൾ ബിസിനസ് ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഷിപ്പിംഗ് അതൊക്കെയല്ലേ വരുന്നത്. ഓക്കെ. 74 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ബേസിക് കണ്ടീഷൻ ഫോർ ആൻ ഇൻഡിവിജ്വൽ ഈസ് സെഡ് ടു ബി റെസിഡൻറ്റ് ഇൻ എനി പ്രീവിയസ് ഇയർ. ബേസിക് കണ്ടീഷൻ ഏതാണെന്ന് ജസ്റ്റ് നേരിട്ട് ചോദിച്ചേക്കുന്നതാണ്. ഏതാ വരുന്നത് ആൻസർ? ഓപ്ഷൻ എ ആണ് 3 4. എന്തുകൊണ്ടാണ്? ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days or more. Then he has been in India for at least 365 days during the 4 years preceding the previous year and is in India for at least 60 days during the previous year. അതാണ് വരുന്നത്.
ഇനി കമ്പ്യൂട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ ദ ഫോളോയിങ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണാം, ഇതൊക്കെ നേരിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ. മിസ്റ്റർ മോഹൻ ആൻഡ് ഇന്ത്യൻ സിറ്റിസൺ സെർവിങ് ഇൻ എ കമ്പനി ഇൻ ന്യൂയോർക്ക്. ഇന്ത്യൻ സിറ്റിസൺ ആണ്, സെർവിങ് ഇൻ എ കമ്പനി ഇൻ ന്യൂയോർക്ക് കംസ് ടു ഇന്ത്യ എവരി ഇയർ ഫോർ 5 months. എത്ര മാസത്തേക്ക്? 5 മാസത്തേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. എബ്രോഡ് വർക്ക് ചെയ്യുന്നു അല്ലേ, അപ്പോൾ വിസിറ്റിന് വേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 60 day റൂൾ എന്ന് പറയുന്നത് 182 day ആവും. ഇപ്പം 5 മാസം എന്ന് പറയുന്ന 150 ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ. 3-15 ഏകദേശം 150 ആയിട്ടുള്ളൂ. 182 എന്ന് പറയുന്ന ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് നോൺ റെസിഡൻ്റ് ആണ് ആവുള്ളൂ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻകം ഈസ് ഓർ ആർ ടോട്ടലി എക്സംപ്റ്റഡ് ഫ്രം കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ടാക്സ്. ടോട്ടലി എക്സംപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഷെയർ ഓഫ്, ആദ്യം പറയുന്നത് എന്താണ്? ഷെയർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻകം അല്ലേ. ഷെയർ ഓഫ് ദ ഇൻകം ഓഫ് എ പാർട്ട്ണർ ഇൻ ദ ഫേം കമ്പ്യൂട്ടഡ് ബൈ ഡിവൈഡിങ് ടാക്സബിൾ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ഷെയർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻകമാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണല്ലേ, ടോട്ടലി എക്സംപ്റ്റ് ചെയ്തതാണ്. പിന്നെയോ any sum received by an individual as a member of HUF out of the income of the family. സം റിസീവ്ഡ് ബൈ HUF മെമ്പർ എന്ന് പറയാം നമുക്ക്, അതും ഓക്കെ. ദെൻ ഇൻകം റിസീവ്ഡ് ബൈ എ നോൺ റെസിഡൻറ്റ് ബൈ വേ ഓഫ് റോയൽറ്റി ഓൺ ലീസ് ഓഫ് ആൻ എയർക്രാഫ്റ്റ്. റോയൽറ്റി ഓൺ എയർക്രാഫ്റ്റ് ലീസ് ഫോർ നോൺ റെസിഡൻസ്, അതും കറക്റ്റാണ്. Then amount received under a life insurance policy which is issued on or before 31st March 2003, അതും കറക്റ്റാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളതിൽ എന്താണ് ടോട്ടലി എക്സംപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ആൻസർ വരുന്നത് PSCയുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓൾ ആർ എക്സംപ്റ്റഡ് എന്നാണ് പറയുന്നത്. ഇതിൽ മൂന്നാമത്തെ, അതായത് ഇൻകം റിസീവ്ഡ് ബൈ എ നോൺ റെസിഡൻറ്റ് ബൈ എ വേ ഓഫ് റോയൽറ്റി ഓൺ ലീസ് ഓഫ് ആൻ എയർക്രാഫ്റ്റ്, അത് റോയൽറ്റി ടു നോൺ റെസിഡൻറ്റ്. ഓക്കെ. അപ്പോൾ PSCയുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നമുക്കത് നോക്കാം അല്ലേ. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് ടു ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം അണ്ടർ ദ സാലറീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. സാലറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആൻസർ വരുന്നത് ടാക്സബിൾ സാലറി ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ. അതായത് 3ഉം 4ഉം ശരിയാണ്. ഓക്കെ. ഡിയർനെസ് അലവൻസ് ആൻഡ് ഓവർ ടൈം അലവൻസ് ആർ ഫുള്ളി ടാക്സബിൾ. ദെൻ വാല്യൂ ഓഫ് ദ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡഡ് അറ്റ് സൈറ്റ് ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി ഇൻകം ഓഫ് ദി എംപ്ലോയി. അക്കോമഡേഷൻ സൈറ്റൊക്കെ എന്താണ്? ഓഫർ എക്സംപ്റ്റ് ആവാനാണ് സാധ്യത. ഇതിൽ പിന്നെ പറഞ്ഞിരിക്കുന്ന സാലറി ടു എ പാർട്ട്ണർ എന്ന് പറയുന്ന ബിസിനസ് ഇൻകം ആയിട്ടായിരിക്കും സാലറിയുടെ കീഴിലല്ലാതെ വരുന്നത്. 78 വാട്ട് വിൽ ബി ദ ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ ചെയ്ത് പഠിച്ചതായിരുന്നു എങ്ങനെയൊക്കെയാണ് ആനുവൽ വാല്യൂ കാണേണ്ടത് എന്നുള്ളത്. നോക്കിയില്ല എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സ്പെക്റ്റഡ് റെൻറ്റ് 90,000, ഹൗസ് ലെറ്റ് ഔട്ട് പെർ മന്ത് 10,000, ഹൗസ് ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ 9,000, 10% ഓഫ് മുനിസിപ്പൽ ടാക്സ് ആണ്. ദെൻ 4 മാസത്തേക്ക് വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ? നെറ്റ് ആനുവൽ ടാക്സ്, എക്സ്പെക്റ്റഡ് റെൻറ്റ് 90,000, ആക്ച്വൽ റെൻറ്റ് എത്ര മാസത്തേക്കാണ്? 4 മാസം ഒഴിവാണ്, അപ്പോൾ ബാക്കി 8 മാസത്തേക്ക്. അപ്പോൾ 10,000 അല്ലേ, 10,000 അല്ലേ ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ 10,000 × 8 80,000. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് 90,000, ആക്ച്വൽ റെൻറ്റ് 80,000. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ അതിൽ ഏതെടുക്കും? 80,000 ആണ് എടുക്കുന്നത് അല്ലേ. ഏതാണോ 80,000. ആക്ച്വൽ എന്താണ് റെൻ്റ് എന്ന് പറയുന്നത്, അപ്പോൾ എന്താണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയ 80,000. അപ്പം നെറ്റ് ആനുവൽ വാല്യൂ കാണാൻ ടാക്സ് എത്രയായിരിക്കും ഇനി വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. 9,000 അതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ ഓപ്ഷൻ ബി 71,000. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് ദ GST ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 കറക്റ്റാണ്. നോക്കി ഏതൊക്കെയാണ്? ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് സൈമിൾട്ടേനിയസ്ലി ലിവിങ് ടാക്സ് ഓൺ എ കോമൺ ബേസ്. ദെൻ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ ഈസ് ഔട്ട്സൈഡ് ദ റേഞ്ച് ഓഫ് GST. ശരിയാണ്. GST കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st July 2017. അതും ശരിയാണ്. നാലാമത് എന്താ പറയുന്നത്? ദ എക്സ്ചേഞ്ച് ഓഫ് കറൻസി ഫ്രം വൺ ഫോം ടു അനദർ ഫോം ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ദ സർവീസ് അണ്ടർ GST സിസ്റ്റം. എക്സ്ചേഞ്ച് ഓഫ് കറൻസിയിൽ എന്തുണ്ട്? ഒരു ഫീ അല്ലെങ്കിൽ കമ്മീഷൻ ഉണ്ട് കേട്ടോ, ഒരു
അങ്ങനെയാണത് സർവീസായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതാണ് അവിടെ അത് വരാൻ സാധ്യതയില്ലാത്തത്. ഓക്കെ, ദെൻ അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. GST ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ സി ആണ് വരിക. CGST എന്ന് പറയുമ്പോൾ ഏത് വരും? കളക്റ്റഡ് ബൈ സെൻറ്റർ. ദെൻ SGST എന്ന് പറയുമ്പോൾ കളക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ്. IGST എന്ന് പറയുമ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് ഇമ്പോർട്ട്സ്. UTGST എന്ന് പറയുമ്പോഴോ യൂണിയൻ ടെറിട്ടറി അല്ലേ, യൂണിയൻ ടെറിട്ടറിയാണ് വരുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇൻകം ടാക്സും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ലേ. അടുത്തത്, വിച്ച് ആർ ദ എലമെൻറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ബ്ലാക്ക് ബോക്സ് ഫോർ റെസ്പോൺസ് ടു മാർക്കറ്റിംഗ് സ്റ്റിമുലൈ ആർ കൺസേൺഡ്? കൺസ്യൂമേഴ്സ് ബ്ലാക്ക് ബോക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ബയേഴ്സിൻ്റെ ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സൊക്കെ പറയുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. അതായത് ബയേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻഫ്ലുവൻസും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുമാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രേറ്റിംഗ് ethnic themes and cross-cultural perspectives within a brand's mainstream marketing, appealing to consumer similarities across sub-cultural segment rather than differences known as. ഇതിന് എന്ത് പറയുന്നു? ക്രോസ് കൾച്ചറൽ. ഏതാ? ടോട്ടൽ മാർക്കറ്റ് സ്ട്രാറ്റജിയാണ് അല്ലേ, ടോട്ടൽ മാർക്കറ്റ് സ്ട്രാറ്റജിയാണ് വരുന്നത്. അതായത് ഇത് വരും ടോട്ടൽ മാർക്കറ്റ് സ്ട്രാറ്റജി. ഇത് നമ്മൾ ഇതിനു മുമ്പ് PYQയിൽ കണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് ഫോർ കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ? കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ കറക്റ്റ് ആയിട്ടുള്ളത് ഒന്ന് മാത്രം. അതായത് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ഇൻ സിറ്റുവേഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ കൺസ്യൂമർ ഇൻവോൾവ്മെൻറ്റ് ഇൻ എ പർച്ചേസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് പെർസീവ്ഡ് ഡിഫറൻസസ് എമംഗ് ബ്രാൻഡ്സ്. ഇതാണ് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ. ഒരു കാറൊക്കെ ബൈ ചെയ്യുന്ന സമയത്ത് അല്ലേ, ആ ബ്രാൻഡ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുന്ന അതാണ് അവിടെ വരുന്നത്. ദെൻ ദ സ്റ്റേജ് ഓഫ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻ വിച്ച് കൺസ്യൂമർ ടേക്സ് ഫർദർ ആക്ഷൻ ആഫ്റ്റർ പർച്ചേസ് ബേസ്ഡ് ഓൺ ദ സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ. പോസ്റ്റ് പർച്ചേസ് സ്റ്റേജ് ഏതാണത് വരുന്നത്? പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ ആണ് വരുന്നത്. ദെൻ among the following what are the key aspects of product of positioning? product of positioning എന്തൊക്കെ വരുന്നുണ്ട്? ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്, ടാർഗറ്റ് ഓഡിയൻസ്, വാല്യൂ പ്രൊപ്പോസിഷനും കൺസിസ്റ്റൻറ്റ് മെസ്സേജിങ്ങും ഒക്കെ വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. Then forming segments of consumers who have similar needs and buying behaviors even though they are located in different countries. അതേതാ വരിക? ഇൻ്റർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ക്രോസ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അല്ലേ, ക്രോസ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ് വരുന്നത്. ഓപ്ഷൻ ബി, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയും. ജിയോഗ്രഫിക് ലൊക്കേഷൻ ഒന്നും നോക്കാതെ കൺസ്യൂമേഴ്സിനെ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ആക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. Then a consumer product that the consumer in the process of selecting and purchasing usually compares on such attributes as suitability, quality, price and style is known as. ഏതാണത്? ഷോപ്പിംഗ് പ്രൊഡക്റ്റാണ് വരുന്നത്. ഇപ്പോൾ ഫർണിച്ചർ, ക്ലോത്തിങ് അതൊക്കെ അല്ലേ, ക്വാളിറ്റി, പ്രൈസ്, സ്റ്റൈല് അതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യും. അതാണ് ഷോപ്പിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഓപ്ഷൻസ് ആണല്ലേ. ആ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തന്നേക്കുന്നതുകൊണ്ട് അതാണ് ചിലപ്പോൾ ഒന്ന് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് ഫോർ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ? പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ദ സെറ്റ് ഓഫ് ഓൾ പ്രൊഡക്റ്റ് ലൈൻസ് ആൻഡ് ഐറ്റം ദാറ്റ് എ പർട്ടിക്കുലർ സെല്ലർ ഓഫേഴ്സ് ഫോർ സെയിൽ. ഒരു പർട്ടിക്കുലർ സെല്ലർ കൊടുക്കുന്ന എല്ലാത്തിനും ഇനിയാണെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മിക്സ്. ദെൻ a review of the sales, cost and profit projections for a new product to find out whether these factors satisfy the company's objective is known as. ബിസിനസ് അനാലിസിസ് ആണ്. ബിസിനസ് അനാലിസിസിലാണ് സെയിൽസ്, കോസ്റ്റ്, പ്രോഫിറ്റ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. 90ാമത്തേത്, എ ടെമ്പററി പീരീഡ് ഓഫ് അൺയൂഷ്വലി ഹൈ സെയിൽസ് ഡ്രൈവൺ ബൈ കൺസ്യൂമർ എന്തൂസിയാസം ആൻഡ് ഇമ്മീഡിയറ്റ് പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ് പോപ്പുലാരിറ്റി. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫാഡ്. ഓക്കെ, ഫാഡ്. അതായത് ടെമ്പററി പീരീഡാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ടെമ്പററി പീരീഡ് നോക്കി?
എ ടെമ്പററി പീരീഡ് ഓഫ് അൺയൂഷ്വലി ഹൈ സെയിൽസ് ഡ്രൈവൺ ബൈ ഇമ്മീഡിയറ്റ് പോപ്പുലാരിറ്റി. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും, അതാണ് ഫാഡ്, FAD കേട്ടോ. ഓക്കെ, അപ്പോൾ മാർക്കറ്റിങ്ങും 2-3 ഒഴിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. നമുക്ക് ഓഡിറ്റിങ്ങിലേക്കും കൂടി പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ഇൻറ്റേർണൽ ചെക്ക്? ഇൻറ്റേർണൽ ചെക്കായിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 1, 2, 4 കറക്റ്റ്. നോക്കി, ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ എമംഗ് എംപ്ലോയീസ് ഓഫ് ദി ഫേം, ശരിയാണ്. ദെൻ എൻഷുറിങ് that the accounting system produces reliable information is one of its objective. ഓക്കെയാണ്. Then it is a critical appraisal of how to function various operations of an organization. അങ്ങനെ പറയുന്നുണ്ടോ ഇല്ല? അത് ഏതിലാണ് വരിക? അത് ഇൻറ്റേർണൽ ഓഡിറ്റിലാണ് വരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻറ്റേർണൽ ചെക്കാണ്. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുമ്പോൾ ഡെയിലി സിസ്റ്റമാണ് അല്ലേ, അപ്പോൾ അത് വരില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് എബൌട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ്? കറക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 2ഉം 4ഉം കറക്റ്റ് അല്ല. നോക്കി, 2ൽ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ അനാലിസിസ് ഓഫ് ഡെയിലി ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്ത ഇൻറ്റേർണൽ ചെക്കിലാണ് വരുന്നത്, ഓഡിറ്റിലല്ല. ദെൻ 4ൽ ഇറ്റ് കവേഴ്സ് വേരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് മാറ്റേഴ്സ് ഓൺലി എന്നാണ് പറയുന്നത്. ആണോ? അതിൽ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് മാറ്റേഴ്സ്, അക്കൗണ്ടിങ് മാത്രമല്ല ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് മാറ്റേഴ്സൊക്കെ ആ ഓഡിറ്റിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് തെറ്റായത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എബൌട്ട് ഓഡിറ്റ് പ്രോഗ്രാം? ഓഡിറ്റ് പ്രോഗ്രാമായിട്ട് റിലേറ്റ് ചെയ്തെല്ലാം ശരിയാണ് കേട്ടോ, ഇതിലെല്ലാ കാര്യങ്ങളും ശരിയാണ്. എൻ്റെ ഓഡിറ്റ് പ്രോസസ്സിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് നമുക്ക് ഇത് പറയാം, ഓഡിറ്റ് പ്രോഗ്രാം പറയും. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് ഓഡിറ്റ് കൺട്രോൾ? ഓഡിറ്റ് കൺട്രോളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് PSCയുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 4ഉം ശരിയാണ്. അപ്പോൾ 1, 3 എന്താണ് തെറ്റ് പറയുന്നത്? ഒന്നാമത്തെ നോക്കി, ഇറ്റ് മേക്ക് ദ ഫൈനൽ റിവ്യൂ ഈസിയർ പ്രയർ ടു ദ സൈനിങ് ഓഫ് ദി ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നു. ഇത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, അതായത് നമ്മളോട് ഓഡിറ്റ് കൺട്രോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഓഡിറ്റ് കൺട്രോളിൻ്റെ അല്ല. ഇത് ഏത് റിഗാർഡ് ചെയ്ത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് നോട്ട്ബുക്കൊക്കെ ഇത് ചെയ്താൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത് ഓഡിറ്റ് കൺട്രോളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയും. ദെൻ പിന്നെ ഏതാണ്? 3ാമത്, ഇറ്റ് സിംപ്ലിഫൈസ് ദ അലോക്കേഷൻ ഓഫ് ഓഡിറ്റ് വർക്ക് എമംഗ് വേരീഡ് ഓഡിറ്റ് ക്ലർക്ക് വിത്ത് വേരീഡ് ഗ്രേഡ്സ്. ഓഡിറ്റ് കൺട്രോൾ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. കൺട്രോൾ എന്ന് പറയുന്നത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദ വർക്ക് ഹാസ് ബീൻ ഓൾറെഡി ബീൻ അലോക്കേറ്റഡ്, അങ്ങനെയാണ് കൺട്രോൾ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? അലോക്കേഷൻ ഓഫ് ഓഡിറ്റ് വർക്ക് എമംഗ് വേരീഡ് ഓഡിറ്റ് ക്ലർക്ക് വിത്ത് വേരീഡ് ഗ്രേഡ്സ്. അത് ഓഡിറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ടൈമിലാണ് കൂടുതലായിട്ടും നടക്കുന്നത്. ഓക്കെ, ഇത് PSCയുടെ ആൻസറാണ് ഓപ്ഷൻ സി. അടുത്ത 95 നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഓഡിറ്റ് നോട്ട്ബുക്ക്? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഏതാണ്? റിട്ടൺ റെക്കോർഡ് ഓഫ് ദ ക്വറീസ് ആസ്ക്ഡ് ആൻഡ് ആൻസേഴ്സ് പ്രൊവൈഡഡ്. ദെൻ ഇത് നോക്കി, ദ ചീഫ് ഓഡിറ്റർ ഈസ് ഇൻ ചാർജ്. അത് തെറ്റാണല്ലേ. ആരാണ് അവിടെ? ഓഡിറ്റ് ക്ലർക്ക് അല്ലെങ്കിൽ സീനിയർ അസിസ്റ്റൻ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്, ചീഫ് ഓഡിറ്റർ അല്ല. അവിടെ അതാണ് തെറ്റ് വരുന്നത്, ബാക്കിയൊക്കെ ശരിയാണ്. ദെൻ വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് വൗച്ചിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം എന്താണ് ഇതിൽ ശരിയാണ് കേട്ടോ, വൗച്ചിങ് എന്ന് പറയുന്നത്. ദെൻ 97, വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ് റിഗാർഡിംഗ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്? ഇൻറ്റേർണൽ ചെക്കായിട്ട് തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി ആണ്. കാരണം എന്തുകൊണ്ടാണ്? ടു ഹെൽപ്പ് ഇൻ ഫൈനലൈസിങ് ഓഡിറ്റ് റിപ്പോർട്ട് വിത്തൗട്ട് മച്ച് ഡിലേ. ഫൈനലൈസിങ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഓഡിറ്റേഴ്സ് ജോബാണ് അല്ലേ. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുമ്പോൾ അവിടെ അക്കൗണ്ടിങ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഓഡിറ്റിന് ഈസി ആക്കുന്നുണ്ടെങ്കിൽ കൂടി അതെന്താണ്, അതിന് അത്രത്തോളമാണ് സഹായിക്കുന്നത് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് വരുന്നത്. ദെൻ വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്? ഇതിൽ എന്താണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റും തമ്മിലുള്ള കാര്യങ്ങൾ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ാമത്തെയാണ് തെറ്റ്. നോക്കിയേ എന്താണ്? While an audit encompasses not only an assessment of a company's financial statement but also an inquiry into other pertinent issues related to the purpose for which it is conducted, an investigation merely entails a review of company financial statement. ജസ്റ്റ് റിവേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഓഡിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷനാണ് ശരിക്കും ഡീപ്പറായിട്ടുള്ള എൻക്വയറി നടക്കുന്നത്. അപ്പോൾ 1ാമത്തെയാണ് തെറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതിയേക്കുന്നതുകൊണ്ട്. ഓക്കെ, then which among the following statements is or are true regarding the purpose served by the audit working purpose? ഓഡിറ്റ് വർക്കിംഗ് പർപ്പസിൻ്റെ ഇത് വരും, എല്ലാം വരും കേട്ടോ.
ഇത് എവിഡൻസ് ആയിട്ടും ട്രെയിനിങ് ടൂളായിട്ടും അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓഡിറ്റിനുള്ള ഗൈഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. The last question, which among the following is the most appropriate word to denote the practice of not entering cash received immediately in the cash book and entering it only when the similar amount is received from another debtor? അതെപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ്. ഏതാണ്? ടീമിങ് ആൻഡ് ലാഡിങ്. കുറേ നമ്മൾ കണ്ടല്ലേ, സബ്സിക്വൻറ്റ് റെസിപ്റ്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഡിലേ ചെയ്യുന്നതിനെയാണ് ലാപ്പിംഗ്, ടീമിങ് ആൻഡ് ലാഡിങ് എന്നൊക്കെ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും നിങ്ങൾ നോക്കിയപ്പം നമുക്കറിയാം, ഇപ്പോൾ അവസാനം പറഞ്ഞ കുറച്ച് എന്താണ് ഇൻകം ടാക്സ്, ഓഡിറ്റിങ്, മാർക്കറ്റിങ്, അതൊക്കെ അത്യാവശ്യം, ക്യാപിറ്റൽ മാർക്കറ്റ്, പിന്നെ ഏതായിരുന്നു, അതൊക്കെ അത്യാവശ്യം നമ്മൾ പഠിച്ച അതേപോലെ തന്നെ കമ്പനി ലോയിലായാലും കുറച്ചെണ്ണം അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മാനേജീരിയൽ ഇക്കണോമിക്സ് ആയാലും കുറേ എല്ലാം മിക്കതും തന്നെ നേരിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മാനേജ്മെൻ്റ് ആയാലും നേരിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ അല്ലെങ്കിൽ കാണുമ്പോൾ കുറച്ച് ഇതായത് ഏതൊക്കെയായിരുന്നു, അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങും വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെയുള്ളത് എഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ആ പ്രോബ്ലംസും ആയിരുന്നു. അപ്പോൾ അതിൽ സ്റ്റക്ക് ഓൺ ചെയ്യാതെ ബാക്കി 70 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലേ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളും കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം അടുത്ത എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.